വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയ ക്യാമ്പ് സ്റ്റേക്ക് വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ പോണത് മിൽക്കി വേലാണ് കേട്ടോ. അൽക്വ മിൽക്കി വേലാണ് ഇന്ന് നമ്മൾ പോണത്. ഏകദേശം അത് നമ്മളുടെ ദുബായിൽ നിന്ന് 200 കിലോമീറ്റേഴ്സ് ഉണ്ട്. അബുദാബിയിലാണ്, പക്ഷെ കുറച്ചും കൂടി ഉള്ളോട്ട് പോകണമെന്നാണ് കേട്ടത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോണത്. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് നമ്മൾ പോണത്. ഈ സ്ഥലം നമുക്ക് സജസ്റ്റ് ചെയ്തത് വിച്ചുവാണ്. വിച്ചു പോയിട്ടില്ല, പക്ഷെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും നല്ല സ്ഥലമാണ്, ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണെന്ന് കേട്ടു. സോ നമ്മൾ അവിടേക്ക് പോവാണ്. ഇപ്പൊ ഇവിടെ വിന്റർ ഒക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെയാണ്. കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ ക്യാമ്പിങ്ങിന് പോണത്. ഇതിന്റെ മുന്നേ ഞങ്ങൾ ലവ് ലേക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. പക്ഷെ നല്ല ചൂടായത് കാരണം ഞങ്ങൾ അവിടെ ഒരുപാട് നേരം ഇരുന്നില്ല, വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. അതൊരു ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരു ക്യാമ്പ് സ്റ്റേ ആയിരുന്നു, ടെന്റ് സ്റ്റേ ആയിരുന്നു. അപ്പൊ എന്തായാലും ഇത് ഫ്ലോപ്പ് ആവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാരും കൂടി നല്ലോണം ശരിയാക്കും. കാരണം ഞങ്ങൾ 200 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഫ്ലോപ്പ് ആയാലും അവിടെ തന്നെ കിടക്കാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പൊ സമയം 6:30-7 മണി ആവാനായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം അറിയില്ലെങ്കിൽ, നല്ല സ്ഥലമാണെങ്കിൽ, ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണെങ്കിൽ നിങ്ങൾക്കും കൂടി പോകാലോ വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ബാർബിക്യൂ ചെയ്യാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി വേണം. ചാർക്കോൾ വേണം, അങ്ങനെ കുറച്ച് സാധനം വേണമല്ലോ. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പൊ അവിടെ ഉള്ളൊരു മാളിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ പോയിട്ട് അവര് ഒരു ടെന്റും കൂടി ഞങ്ങൾക്ക് മേടിക്കണം. കാരണം ഞങ്ങളുടെ ആകെ ഒരു ടെന്റേ ഉള്ളൂ. അതിലെല്ലാവർക്കും കൂടി കിടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളൊരു ടെന്റും കൂടി മേടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ചാർക്കോളും കൂടി മേടിക്കണം. അപ്പൊ അതിന് എല്ലാത്തിനും കൂടി വേണ്ടി ഡിയർ ഫീൽഡ് മാളിൽ നിർത്തിയിരിക്കുകയാണ്. സോ അവിടെ പോയിട്ട് അവർ കാരിഫോറിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കിട്ടുമോ നോക്കാന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കാരിഫോറിൽ പോയപ്പോഴത്തേക്കും അവിടെ ഈ ടെന്റ് ഒന്നും ഇല്ല കേട്ടോ. സോ അതൊക്കെയാണ് ഇപ്പൊ ഇതുവരെയുള്ള വിശേഷങ്ങൾ. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് മിൽക്കി വേയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞങ്ങൾ ടെന്റ് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു കാരിഫോറിലാണ് കേട്ടോ. ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് ടെന്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ടെന്റ് കിട്ടിയില്ല കേട്ടോ. ഇങ്ങനെ ഞങ്ങൾക്ക് ടെന്റ് കിട്ടിയില്ല. സോ വി ആർ ഗോയിങ് ടു ലുലുവിൽ പോയി നോക്കാം ടെന്റ് ഉണ്ടോ എന്നുള്ളത്. ലുലുവിൽ ഉണ്ടെന്നാണ് കേട്ടോ കേട്ടത്. സോ വി ആർ ഗോയിങ് ടു ലുലു. ഈവനിങ് പോയതുകൊണ്ട് തന്നെ അടിപൊളി ഒരു സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടി പറ്റി. ഈവനിങ് ടൈം ആകുമ്പം സ്കൈ ഒക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറും കേട്ടോ. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ടീ സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുകയല്ലേ കാരണം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാൻ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിന് മുന്നേ ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്നാക്സാണ് അവിടുത്തെ. ഇതാണ് ഞങ്ങളെ വണ്ടിയുടെ അവസ്ഥ. ഇതിൽ എല്ലാ സാധനങ്ങളും കൊത്തി നിറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ കിടക്കുമ്പോൾ ഭയങ്കര സുഖമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പില്ലോ വരെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സുഖത്തിൽ കിടന്നുറങ്ങണം. ആൾക്കാരൊക്കെ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ആകെ ടെന്റും ചെയറും മാത്രം എടുത്തിട്ട് ഞങ്ങള് പക്ഷെ വീട് മൊത്തം പാക്ക് ചെയ്തിട്ടാ വന്നിട്ടുള്ളത്. ഒരു വണ്ടിക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. കംഫർട്ട് വരെ 3-4 കംഫർട്ടർ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മള് തണുപ്പൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് വന്നത്. എല്ലാരും ഫുഡ് എടുത്തിട്ട് അയ്യൊരു നല്ല ഉറക്കത്തിലാണ്. വണ്ടി കയറി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങാൻ തുടങ്ങി. ഒരു 50-60 കിലോമീറ്റർ വരെ മാത്രമാണ് ഞങ്ങൾ രണ്ട് സൈഡിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ടത്. അതിനുശേഷം കംപ്ലീറ്റ് ഡെസേർട്ടാണ് കേട്ടോ. ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇപ്പം നമുക്ക് രണ്ട് സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റിംഗ് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തീരെ ലൈറ്റ് പോലും ഇല്ലാത്തൊരു ഡെസേർട്ടിനുള്ളിൽ കൂടിയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളെ ക്യാമ്പിംഗ് സ്പോട്ട് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 50 കിലോമീറ്റേഴ്സും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു പമ്പ് കണ്ടപ്പോൾ അവിടെ നിന്ന് വാഷ്റൂമിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോകാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഇനി ഇവിടുന്ന് ഏകദേശം 30 മിനിറ്റാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ഒരു 35 കിലോമീറ്റേഴ്സും കൂടിയാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഇവിടെ വേറെ ഒന്നും കാണാനില്ല. രണ്ട് സൈഡിലും ഡെസേർട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ദൂരം പോയി കഴിഞ്ഞാൽ ഇനി ടോയ്ലറ്റ് ഒന്നും കണ്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടൊരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണം എന്നും കൂടിയാണ് വിചാരിക്കുന്നത്. കാരണം ഞങ്ങളാകെ ചിക്കൻ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, വേറെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ അവിടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ ആ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് 35 കിലോമീറ്റേഴ്സും കൂടി പോകാനുണ്ട്. നമ്മൾ നിർത്തിയ ആ ഗ്രോസറിയിലൊന്നും അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നത്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അവിടെ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഗുഡ് മോർണിംഗ്. How are you, Jackie?
അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ടെൻറ്റ് ഇടാം. അങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മിൽക്കി വേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാർ ഇതാ ഈ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് ഞങ്ങൾ ടെൻറ്റ് അടിക്കാനുള്ള സ്ഥലം തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി നമ്മളെ കാറിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. നമ്മൾ ടെൻറ്റ് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റൊക്കെ പിടിച്ച് ബാക്കിൽ വരുന്നുണ്ട്. നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ മണലിങ്ങനെ തെറിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടാകും. അത്രയ്ക്കും കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓരോരോ സാധനങ്ങളായിട്ട് പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഞങ്ങളൊരു വീട് ഒഴിഞ്ഞു വരുന്ന അത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെൻറ്റ് സെറ്റ് ചെയ്യാന്ന് പറയുന്നത് പ്രോപ്പറായി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകട്ടോ. ഇത് ഞങ്ങൾക്ക് ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുന്നേ ഞങ്ങളൊരു ടെൻറ്റ് ഇതേപോലെ പൊട്ടിപ്പോയതാണ്. അത് കഴിഞ്ഞ് ഞാനും അർജുനും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ കാണുന്ന നമ്മൾ നേരത്തെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ചിക്കൻ മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരുപാട് സാധനങ്ങളൊന്നും കിട്ടിയില്ല. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ഔട്ടായിരുന്നു. കിട്ടിയ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള അവിയൽ വരെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വീട്ടിലൊന്നും ബാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എടുത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ഫുഡും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഫുഡ് തികഞ്ഞിട്ടുണ്ടാവില്ലായിരുന്നു. ഞങ്ങളെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പൊറോട്ടയോ എന്തെങ്കിലും മേടിക്കാമെന്നുള്ളതായിരുന്നു പ്ലാൻ. ഞങ്ങൾക്ക് ഇത്രയും ഒരു ഡെസേർട്ടിലേക്കാണ് വരുന്നതെന്ന് നേരത്തെ അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വെച്ചാൽ അടുത്തൊക്കെ കടകളൊക്കെ ഉണ്ടാവുമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 50 കിലോമീറ്ററിലേക്ക് ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോർട്ടേജ് വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഫുഡിൽ. പക്ഷേ ഞങ്ങൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ബാർബിക്യൂ ചെയ്തതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ മസാലയൊക്കെ ഓൾറെഡി ഉച്ചയ്ക്ക് തന്നെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ജാക്കറ്റ്സ് ഒക്കെ എടുത്ത് നന്നായി എന്ന് വിചാരിച്ചു, കാരണം അത്രയും തണുപ്പുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന ഡിസംബറിലാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്കിതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ലൂഡോ ഒക്കെ കളിച്ചിട്ടോ. ലൂഡോ ഞങ്ങൾക്കിപ്പോൾ ഒരു ക്രേസ് ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ലൂഡോ എപ്പോഴും കളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ടെൻറ്റൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം 11:30-12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നല്ല സുഖത്തിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം ഒറ്റുന്നത് നമ്മൾ അറിയുന്നത് കേട്ടോ. അതായത് നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ പുറത്ത് ഫുള്ള് വെള്ളമായിട്ടിരിക്കുകയായിരുന്നു. മഞ്ഞാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളൊരു 3:30-4 മണിയായപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ആർക്കും ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാലിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ടെൻറ്റിൻ്റെ പ്രശ്നമായിരിക്കും, ചിലപ്പം അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് ടെൻറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം രാവിലെ 3:30. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഒരു ചെറിയ പണി കിട്ടി. നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നുണ്ട്. ലൈക്ക് ഭയങ്കര മഞ്ഞായത് കാരണം നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഒറ്റ വീഴുന്നുണ്ട്. ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്താണ് ഇത്ര തണുപ്പ് എന്നുള്ളത് മനസ്സിലാവുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് തണുപ്പ്. പിന്നെയാണ് അപ്പുറത്തെ ടെൻറ്റിൽ നിന്ന് ഒരു അശരീരി വരുന്നത്. നിങ്ങളുടെ ടെൻറ്റിനുള്ളിലേക്ക് വെള്ളം വരുന്നുണ്ടോ ചോദിച്ചിട്ട്. അപ്പോഴാണ് നമ്മൾ ജസ്റ്റ് ടെൻറ്റ് തൊട്ട് നോക്കുന്നത് കേട്ടോ. അപ്പം ഫുള്ള് വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. സോ ഞങ്ങൾ വിചാരിച്ചു 3:30-3:45 ഇപ്പം നമുക്ക് തിരിച്ചു പോവാം. കാരണം ഭയങ്കരമായിട്ടുള്ള തണുപ്പ്, കൊടൂര തണുപ്പ് എന്നൊക്കെ പറയില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം കൂടി ഇറങ്ങുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ്. അപ്പം ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും രാവിലെ ആവാനായല്ലോ, നമുക്ക് തിരിച്ച് പോകാമെന്നുള്ളത്. ഇവിടുന്ന് ഏകദേശം 2-2.25 മണിക്കൂറുണ്ട് നമ്മളുടെ വീട്ടിലേക്ക്. സോ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നും ചെറിയൊരു ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കിടന്നുറങ്ങി. ഇറ്റ്സ് ഓക്കെ. സാധനങ്ങളൊക്കെ ഇറക്കിയ പോലെ തന്നെ തിരിച്ച് കയറ്റി വെച്ച് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ആദ്യം ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം, എന്നാൽ നേരെ പോയി കിടന്നുറങ്ങാമല്ലോ. ആ ഒരു പ്ലാനിങ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാത്രി ആർക്കും അത്ര ഉറക്കം ശരിയാവാത്തതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം, ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ച് രാവിലെ 7 മണിക്ക് അമ്മാസ് തുറക്കുമ്പോൾ തന്നെ അവർ കണി കണ്ടിട്ടുള്ളത് ഞങ്ങളെയായിരുന്നു. 7 മണിക്ക് തന്നെ പോയി ഞങ്ങൾ ഇഡ്ഡലി വടയൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
ഫുഡാണ്. നല്ല ഇഡ്ഡലി വടയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് നല്ലതാണ്. ഞങ്ങൾ മുന്നേ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡിസ്കവറി ഗാർഡൻസിൽ അമ്മാസ് എന്നാണ് കഴിക്കാറുള്ളത്. നല്ല ഫുഡാണ്. നിങ്ങൾ ഡിസ്കവറി ഗാർഡൻസ് ഏരിയയിലൊക്കെ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള തമിഴ് ഫുഡാണ്. അപ്പോഴത്തേക്ക് രാവിലെ ഏകദേശം 8 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തുമ്പം നേരെ വീട്ടിലേക്ക് പോയിട്ട് നല്ലൊരു ഉറക്കം. അതായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ രാവിലെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സ്കൈ കാണാൻ വേണ്ടി. നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു ഓറഞ്ച് കളറാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇങ്ങനത്തെ സ്കൈ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മിൽക്കി വേ സ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. പോയവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.